അതുണ്ടല്ലോ. ഞങ്ങളേ ഒരല്പം സോയിൽ കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു ചെറിയ യാത്രയിലാണേ. അപ്പം ഡാനിഷ് ഈ വഴിക്കാണ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം പുള്ളി ട്രക്കിൽ ഡ്രൈവറാ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സോയിൽ വിൽക്കാൻ വെക്കുന്നത് കണ്ടിട്ടുണ്ടേ. അപ്പോൾ അത് ഇന്നുണ്ടോയെന്ന് അറിയാനായിട്ട് ഞങ്ങൾ വന്നതാ. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്കിവിടെ സോയിൽ കിടപ്പുണ്ട്. പക്ഷേ ഒന്നും പാക്ക് ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. $5 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത് ഞാൻ കണ്ടില്ല എത്രമാത്രം വലുതാണെന്നൊന്നും. അപ്പോൾ അത്രയും സോയിൽ നമുക്ക് കിട്ടും. ദാ അവിടെ നോക്ക് കുറച്ച് വിൽക്കാനായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പാകി മുളപ്പിച്ച കുറച്ച് തൈകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആരെയും കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴേ പുറത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് സീനറീസൊക്കെ കണ്ടേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ന്യൂസിലാൻഡിലായിരുന്നു ഇതിന് മുന്നേ. ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ജാനുവരിയിലാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ നേച്ചർ ബ്യൂട്ടിയുടെ കാര്യത്തിൽ ഓസ്ട്രേലിയ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഞങ്ങൾ ഇതിന് മുന്നേ ന്യൂസിലാൻഡ് കണ്ടിട്ടുള്ളത് കൊണ്ടും ന്യൂസിലാൻഡിൽ നിന്നിട്ടുള്ളത് കൊണ്ടും ആ ഒരു ബ്യൂട്ടി അത് ഭയങ്കര ഡിഫറെൻ്റാണ് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും നിറച്ച് പച്ച വിരിച്ച മൊട്ടക്കുന്നുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ പച്ച വിരിച്ച മൊട്ടക്കുന്നുകളും അതിനകത്തിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ആടുകളും പശുക്കളും ഒക്കെ ഇങ്ങനെ മേയാനായിട്ട് അങ്ങനെ വിട്ടേക്കുക. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഈ ചെറി ബ്ലോസത്തിൻ്റെയൊക്കെ ടൈമാണെങ്കിൽ അതിലും ബ്യൂട്ടിഫുള്ളാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഓസ്ട്രേലിയ ബ്യൂട്ടിഫുൾ അല്ല എന്നല്ല, ഇറ്റ്സ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ ഒരു നാടിൻ്റേതായ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളത്തിൻ്റെ അങ്ങനെയൊക്കെ ഒരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ.